ഹലോ മലയാളീസ്, ഇന്ന് ഒരു ആഡ് ഷൂട്ടാണ്. ഞാനും കവിയാണ് പോകുന്നത് ലഗേജ് ഷോ ആയിട്ട്. ഞാൻ അങ്ങോട്ട് നടക്കുന്നതിൻ്റെ മെയിൻ കാര്യം, ആദ്യം ഒരെണ്ണം ബുക്ക് ചെയ്തതാണ്. അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു യൂബർ ഒന്ന് ക്യാൻസൽ ചെയ്യാവുന്നത്. ഞാൻ പറഞ്ഞു റിയലി സോറി ബ്രദർ, എനിക്ക് ഓൾറെഡി ഞാൻ ലേറ്റാണ്, നിങ്ങൾ തന്നെ ചെയ്യുക. റീസൺ എനിക്കറിയില്ല. ഫ്ലാറ്റും കഴിഞ്ഞ് അങ്ങോട്ട് നടക്കുക. കാരണം ഹായ് മലയാളീസ്, ഇന്ന് എവിടെയൊക്കെ നമ്മൾ പോകുന്നത് പറയൂ. ഇല്ല, അവന് ഉറക്കം ചെറുതായിട്ടൊന്നും കറക്റ്റായില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു മുടിയല്ലേ. സ്മൈൽ ചെയ്യണം. എൻ്റെ ബ്ലോഗിൽ നീ ചിരിച്ച് കാണാനാണ്. ഇന്ന് എന്താണ് മൂടി? ഒരു മൂടി ലുക്കാണ് നന്നായിട്ട് കണ്ടു. അയ്യോ ഓക്കെ. ആക്ച്വലി 4 മോഡൽസാണ് ഉണ്ടായിരുന്നത്. ഓരോരുത്തർക്കും 3 കോസ്റ്റ്യൂം വെച്ചിട്ടായിരുന്നു. ഷീമാട്ടിയുടെ ആഡായിരുന്നു. നമ്മളവിടെ കറക്റ്റ് ടൈമിന് തന്നെ റീച്ച് ചെയ്തു. ഐ ഗെസ് ലൈക്ക് 7:30 ആണ് കോളിംഗ് ടൈം പറഞ്ഞത്. നമ്മൾ 7:25 ആയപ്പോൾ തന്നെ താഴെ എത്തി. പിന്നെ ഫ്ലോറിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 7:35 ആയി. എപ്പോഴും വന്നു കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് പ്രോഡക്റ്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യും. കവിയുടെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഫസ്റ്റ് മോഡലിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 4 മോഡൽസിൻ്റെയും മേക്കപ്പും ഹെയർ പാതിയും ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൈലിങ്ങിന് വിടും. സാരി ആയിരുന്നു കോസ്റ്റ്യൂം. അപ്പോൾ അവർ സാരി വെയർ ചെയ്തതിന് ശേഷം ഓരോരുത്തരായിട്ട് വരും. അപ്പോൾ അവർക്ക് ബാലൻസ് ലിപ്സ്റ്റിക്കും ബാലൻസ് ഹെയറും കൂടെ ചെയ്തിട്ട് ഓരോരുത്തരെയായിട്ട് നമ്മൾ ഷൂട്ടിങ്ങിന് വിടും. ആദ്യത്തെ സാരിക്ക് 4 പേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഡിസൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ മോഡലിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ആളെത്തുമ്പോഴത്തേക്കും നെക്സ്റ്റ് കോസ്റ്റ്യൂം സ്റ്റൈലിസ്റ്റ് ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് വെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെടുത്തോട്ട് വരും. അപ്പോൾ ഒരു ചെറിയ മേക്കപ്പിലും ഹെയറിലും ചേഞ്ച് വരുത്തും. ഒരാൾ എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നിടത്ത് ഉണ്ടായിരിക്കണം. കാരണം ഹെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരും. ഫേസിൽ സ്വെറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കറക്റ്റ് ചെയ്യണം. അതിന് ഫോട്ടോഗ്രാഫേഴ്സ് പറയുമ്പോൾ അപ്പോൾ അവിടെ നമ്മൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പിക്ചേഴ്സും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വരും. വീഡിയോ ആയിക്കോട്ടെ പിക്ചേഴ്സ് ആയിക്കോട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുണ്ടാവണം. ഷൂട്ട് കഴിഞ്ഞ് വരുന്ന ഓരോ മോഡൽസിൻ്റെയും മേക്കപ്പും ഹെയർ ചേഞ്ചും കവി അവിടെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിനിടയിൽ അങ്ങോട്ട് പോയി അവിടെ എന്താണോ ചെയ്യാനുള്ളത് കവി പറയുന്നത് അത് ഞാനും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓൾ ഡേ ഈ ഒരു സെയിം പ്രോസസ്സാണ് കേട്ടോ, കഴിയുന്നത് വരെയും. ഹെയർ ആയിരുന്നാലും ഫേസ് ആയിരുന്നാലും അത് ക്യാമറയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അവർ പറയും. അത് നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരാളുണ്ടായിരിക്കണം. വർക്കിനിടയിൽ ഒരു കോഫി കിട്ടി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലൊരു കാര്യം ആലോചിച്ചു, കോഫി എന്നെ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. എനിക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ബോറടിച്ചിട്ടില്ല. എപ്പോഴും കാണുന്ന ആളുകളല്ലേ എന്നെനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായി സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അവരുടെ അടുത്തുള്ള ഇഷ്ടം കൂടുക ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് ഇരുന്നൊരു കോൾഡ് കോഫി കുടിച്ചാൽ മാറാവുന്ന പ്രശ്നങ്ങളെ എൻ്റെ ജീവിതത്തിലുള്ളൂ എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും, എത്ര വലിയ പ്രശ്നമാണെങ്കിലും. വീട്ടിലാണെങ്കിൽ ഞാൻ വീട്ടുകാരുമായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് കൂടുതൽ നേരം മനഃപൂർവ്വം സംസാരിക്കാനായിട്ട് ഒരു കോൾഡ് കോഫി കുടിച്ചാലോ എന്ന് പറയും. എനിക്ക് കോൾഡ് കോഫിയാണ് ഇഷ്ടം, ബാക്കിയുള്ളവർക്ക് നല്ല ചൂടുള്ള കോഫി ആയിരിക്കും അവർ വേണമെന്ന് പറയുക. ഷീമാട്ടി മാതൃഭൂമിയിൽ ഒരു കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 10 പേര് വിൻ ചെയ്തു. അതിൽ 4 പേരുടെ ഫോട്ടോഷൂട്ടായിരുന്നു ഇന്ന് നടന്നത് കേട്ടോ. 2 പേര് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വന്നാൽ ശരിയാവില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയപ്പോഴത്തേക്കും കവി ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? Anyway, all the best. Thank you. Really look good. This is the first look അല്ലേ? ഇതാണ് ഇവരുടെ ഫസ്റ്റ് ലുക്ക്. എനിക്കൊന്നും എല്ലാം സാരീസാണ്. കവി വില്ലി 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 നല്ല മുള്ളേത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മണം വിഷുവിൽ കാണാൻ നല്ല രസം. തിരിച്ചു തരാം. Why are you so professional? Because I'm a professional. എനിക്ക് തോന്നുന്നു ഒരു വിത്തിൻ 2 hours 4 മോഡൽസ് കഴിഞ്ഞു. 2 hours എടുത്തില്ല ആക്ച്വലി. 2 hours എടുത്തില്ലെന്ന് തോന്നുന്നു. 4 മോഡൽസിൻ്റെ ഹെയർ മേക്കപ്പ് എവറിത്തിങ് ഈസ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടും 1 hour ഇനിയും അവിടെ ക്യാമറ ടീമിന് വേണമെന്ന് പറഞ്ഞു. നീ ഇടവേളകൾ ആനന്ദകരമാക്കുന്നത് ഞാൻ കാണുന്നില്ല. വ്ളോഗ് ഒരു ഹായ് പറയട്ടെ എൻ്റെ വ്ളോഗിൽ.
ലാസ്റ്റ് റൗണ്ട് അല്ലേടാ? ആക്ച്വലി അമ്മേ ലാസ്റ്റ് റൗണ്ടാണ്. ഇതുകൂടെ കഴിഞ്ഞാൽ നല്ലത് കഴിഞ്ഞല്ലേടാ? ഇനിയിപ്പോൾ ഒരു മോഡലും കൂടെ ഉള്ളൂ. ചിയേഴ്സ്. ചായ കേട്ടോ. ഞാൻ എൻ്റെ യൂട്യൂബ് ID പറയാം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു സബ്സ്ക്രൈബറിനെ എനിക്ക് കിട്ടി. നീ എന്താ നൈറ്റ് ബേർഡ് ആയിപ്പോയെ? ഞാൻ രാവിലെയാണ് എനർജറ്റിക്. എനിക്ക് കവി വന്നിട്ട് എനിക്ക് തോന്നുന്നു നൈറ്റാണ്. എന്താണ് നൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഡാർക്ക് ആയതുണ്ടോ? ആര്, നീയോ നൈറ്റോ? ഓ നൈറ്റ് ഡാർക്ക് ആയി. അപ്പം നീ ഡാർക്ക് ആവും അല്ലേ? നീ ബ്രൈറ്റ് ആവും. ഓ മൈ ഗോഡ്. ഞാൻ മോർണിംഗ് പേഴ്സൺ ആണ് കേട്ടോ, സീരിയസ്ലി. ഞാൻ മോർണിംഗ് കുറച്ചൊക്കെ ആക്റ്റീവായിട്ടൊക്കെ നിന്ന് ചെയ്തു. പയ്യെ എൻ്റെ ആക്റ്റീവ്നെസ് ഒക്കെ അങ്ങ് മാറി. നൈറ്റ് ഇപ്പോൾ കവി ഒടുക്കുന്ന ആക്റ്റീവ്. ഏകദേശം ഒരു 9 o'clock ആയപ്പോൾ ഷൂട്ട് കഴിഞ്ഞു. നല്ല ടയർഡായിരുന്നു. പിന്നെ യൂബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.